കോഴിക്കോട് ഗാർഹിക പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പറവൂരിലെ വസതിയിലെത്തി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിയും. പീഡനമേൽപ്പിച്ച് വിദേശത്തേക്ക് കടന്നുകളഞ്ഞ പ്രതി ജർമ്മനിയിലുണ്ടെന്ന സ്ഥിരീകരണം വന്നിട്ടുണ്ടെന്നും ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും മന്ത്രി ആർ ബിന്ദു. കോഴിക്കോട് പന്തീരങ്കാവിൽ ഗാർഹിക പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പറവൂരിലെ വസതിയിലെത്തിയാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിയും സന്ദർശനം നടത്തിയത്. പെൺകുട്ടി നേരിട്ട പീഡനം തുറന്നു പറഞ്ഞതും വീട്ടുകാർ ഒപ്പം നിന്നതും മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിയാണ് ഈ തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ തീർച്ചയായും പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും അവരുടെ സാധ്യതകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആദ്യം ഊന്നൽ നൽകേണ്ടത്. വിവാഹം കഴിക്കുക എന്നിട്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഏറ്റുവാങ്ങുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അവരവരുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. സമൂഹത്തിലെ പദവിയുടെ ഭാഗമായി സ്ത്രീധനത്തെ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവാഹത്തോടുകൂടി ജീവിതം അവസാനിച്ചുവെന്ന ചിന്ത ശരിയല്ലെന്നും ഇത്തരത്തിലുള്ള അതിജീവിതകൾക്ക് ഏറ്റവും നല്ല പരിരക്ഷ കൊടുക്കാനും ആത്മവിശ്വാസം ഉണ്ടാക്കിക്കൊടുക്കുവാനുമാണ് പൊതുസമൂഹം തയ്യാറാവേണ്ടതെന്നും കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. വിവാഹത്തോടു കൂടിയിട്ട് എല്ലാം ജീവിതം തന്നെ അവസാനിച്ചു എന്നുള്ള രൂപത്തിൽ കാണുന്നത് ശരിയല്ല. നമ്മുടെ അതിജീവിതകൾക്ക് ഏറ്റവും നല്ല പരിരക്ഷ കൊടുക്കാനും അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാനുമാണ് പൊതുസമൂഹം തയ്യാറാവേണ്ടുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.